नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 42. കുവലയാപീഠനിധനം. പേജ് നമ്പർ 382. പ്രസിദ്ധ മല്ലയുദ്ധ പ്രവീണനായ ചാണൂരൻ കൃഷ്ണനോടും ബലരാമനോടും പറഞ്ഞു: പ്രിയപ്പെട്ട കൃഷ്ണ, ബലരാമ, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ചെയ്തികളെക്കുറിച്ചു ഞങ്ങൾ വേണ്ടത്ര കേട്ടിട്ടുണ്ട്. നിങ്ങൾ മഹാവീരന്മാരാണ്. അതുകൊണ്ടാണ് മഹാരാജാവ് നിങ്ങളെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത്. നിങ്ങളുടെ കൈകൾ അത്യന്തം കരുത്തുറ്റതാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. രാജാവും ഇവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ളവരും മല്ലയുദ്ധത്തിൽ നിങ്ങൾക്കുള്ള പാടവത്തിൻ്റെ പ്രകടനം കാണാൻ ആഗ്രഹിക്കുന്നു. അധികാരം നടത്തുന്ന രാജാവിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കേണ്ടതും അനുസരണയോടെ പെരുമാറേണ്ടതും ഒരു പ്രജയുടെ കർത്തവ്യമാണ്. അതനുസരിച്ച് പ്രവർത്തിച്ച് സർവ സൗഭാഗ്യങ്ങളും അവൻ നേടുന്നു. അനുസരണയോടെ പെരുമാറാൻ കൂട്ടാക്കാത്തവൻ രാജകോപത്തിനിരയാകും. അതിൻ്റെ ഫലമായി അവന് കഷ്ടതകൾ നേരിടേണ്ടി വരികയും ചെയ്യും. നിങ്ങൾ ഗോപകുമാരന്മാരാണ്. വനത്തിൽ കാലിമേയ്ക്കുമ്പോൾ നിങ്ങൾ പരസ്പരം മൽപിടുത്തം നടത്തി രസിക്കാറുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനാൽ മഹാരാജാവിനും ഒപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റുള്ളവർക്കും സന്തോഷിക്കാനായി നിങ്ങൾ ഈ മല്ലയുദ്ധത്തിനായി ഞങ്ങളോടൊപ്പം ചേരുക. ചാണൂരൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം മനസ്സിലാക്കിയ കൃഷ്ണൻ ഉടൻ തന്നെ അവനുമായി മൽപിടുത്തത്തിനു തയ്യാറായി. എന്നാൽ അവസരത്തിനും ചുറ്റുപാടിനും ഇണങ്ങുന്ന മട്ടിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഭോജരാജാവിൻ്റെ പ്രജകളാണ്. വനത്തിലാണ് നിങ്ങളുടെ വാസം. ഞങ്ങളും ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രജകൾ തന്നെ. അതിനാൽ അദ്ദേഹത്തെ ആവുന്നത്ര സന്തുഷ്ടനാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. മല്ലയുദ്ധത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ഈ ക്ഷണം വലിയ ഔദാര്യമാണ്. പക്ഷേ ഒരു സത്യമുണ്ട്: ഞങ്ങൾ കേവലം കൊച്ചു കുട്ടികളാണ്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ചങ്ങാതിമാരുമായി വൃന്ദാവനത്തിലെ വനാന്തരങ്ങളിൽ മേളിക്കാറുണ്ട്. അവരൊക്കെ പ്രായത്തിൽ ഞങ്ങൾക്കു സമന്മാരാണ്. പ്രായത്തിലും കരുത്തിലും സമന്മാരായിട്ടുള്ളവരോട് യുദ്ധത്തിലേർപ്പെടുകയാണ് നമുക്ക് നല്ലത്. അല്ലാതെ നിങ്ങളെപ്പോലുള്ള മഹാമല്ലന്മാരുമായി ഞങ്ങൾ ഏറ്റുമുട്ടുന്നത് കാണികൾക്കു രുചിക്കില്ല. അവരുടെ ധർമ്മതത്വങ്ങൾക്ക് വിരുദ്ധമായിരിക്കും അത്. ഇപ്രകാരം പുകൾപെറ്റ മല്ലന്മാർ തങ്ങളെപ്പോലുള്ളവരെ പോരിനു വിളിക്കുന്നത് ശരിയല്ലെന്നു കൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. മറുപടിയായി ചാണൂരൻ പറഞ്ഞു: പ്രിയപ്പെട്ട കൃഷ്ണ, നീ ഒരു ബാലനോ യുവാവോ അല്ലെന്നു ഞങ്ങൾക്കറിയാം.
നിന്റെ ജ്യേഷ്ഠ സഹോദരനായ ബലരാമനെ പോലെ തന്നെ നീ സർവാതിശായിയാണ്. മറ്റു മതയാനകളെ കൊമ്പു കുത്തിക്കാൻ പോന്ന കുവലയാപീഠം എന്ന ആനയെ നീ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത്ഭുതകരമായ രീതിയിലാണ് നീയതു സാധിച്ചത്. ഞങ്ങളിൽ അതിശക്തന്മാരായ മല്ലന്മാരുമായി ഏറ്റുമുട്ടുന്നത് നിന്റെ ശക്തി വച്ച് നോക്കുമ്പോൾ തികച്ചും ഉചിതം തന്നെയാണ്. അതിനാൽ ഞാൻ നിന്നോട് മൽപ്പിടുത്തം നടത്താൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജ്യേഷ്ഠ സഹോദരനായ ബലരാമൻ മുഷ്ടികനോടു ഏറ്റുമുട്ടട്ടെ. ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ കുവലയാപീഠ നിധനം എന്ന 42-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.